വെൽക്കം ടു ഫുട്ബോൾ ആൽക്കെമിസ്റ്റ്. അപ്പോൾ സംസാരിക്കാനുള്ളത് UCLലെ ക്വാർട്ടർ ഫൈനൽ ഫസ്റ്റ് ലെഗിനെ കുറിച്ചാണ്. ആഴ്സണൽ വേഴ്സസ് റയൽ മാഡ്രിഡ് മാച്ച് നടന്നിട്ടുള്ളത് എമിറേറ്റ്സിൽ വെച്ചിട്ട്. എമിറേറ്റ്സിലെ 60,000 ആഴ്സണൽ ഫാൻസിൻ്റെ മുന്നിൽ വെച്ച് നടന്ന മാച്ച് ആഴ്സണൽ തകർത്താടി അർമാദിച്ച് കളിച്ചു എന്ന് തന്നെ പറയാം. ആ 90 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകമെമ്പാടുമുള്ള ആഴ്സണൽ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പെരുന്നാളായിരുന്നു. കാരണം അവർ അത്രയും ഭംഗിയായിട്ട് മാച്ച് കൺട്രോൾ ചെയ്തിട്ടുണ്ട്. അവർ ഓപ്പണൻസിനെ ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ട്. 3 ഗോളുകൾ അവർ ഓപ്പണൻസിൻ്റെ വലയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതും ഈ ഓപ്പണൻസ് ചില്ലറക്കാരാണോ? UCLലെ എക്കാലത്തെയും മികച്ച ടീമായിട്ടുള്ള UCL ജയൻസ് ആയിട്ടുള്ള റയൽ മാഡ്രിഡാണ്. കാർലോ ആഞ്ചലോട്ടീൻ്റെ റയൽ മാഡ്രിഡാണ്. അതും എംബാപ്പയും വിനീഷ്യസും റോഡ്രിഗോയും വൽവേർഡയും കമവിംഗയും ജൂഡ് ബെല്ലിംഗ്ഹാമും തിബോട്ട് കോർട്ടും ഒക്കെയുള്ള റയൽ മാഡ്രിഡിനെതിരെയാണ് അവർ പെർഫോം ചെയ്തിട്ടുള്ളത്. അടിപൊളി പെർഫോമൻസ്. 3-0 ആധികാരിക വിജയം അവർക്ക് ഫസ്റ്റ് ലെഗിൽ നേടാൻ വേണ്ടി കഴിഞ്ഞു. സെക്കൻഡ് ലെഗിലേക്ക് വരുന്ന സമയത്ത് എന്തും സംഭവിക്കാം. അതൊന്നും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, എന്തും സംഭവിക്കാം. പക്ഷേ നമുക്ക് ഈ ഫസ്റ്റ് ലെഗിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അപ്പം രണ്ട് ടീമിൻ്റെയും 11 കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ റയലിനെ സംബന്ധിച്ചിടത്തോളം തിബോട്ട് കോർട്ടും ഉണ്ട് അവിടെ ഗോൾ കീപ്പറായിട്ട്. ഡിഫൻസിലേക്ക് വരുമ്പോൾ റോളോ സെൻസിയോ സ്റ്റാർട്ട് ചെയ്യുന്നു, അതുപോലെ റൂഡിഗർ സ്റ്റാർട്ട് ചെയ്യുന്നു. ലെഫ്റ്റ് ബാക്ക് ആയിട്ടുണ്ടായിരുന്നത് ആരാണ്? അവിടെ നമ്മുടെ മെൻഡിക്ക് ഇഞ്ചുറി ആയതുകൊണ്ട് തന്നെ അവിടെ ഫ്രാൻ ഗാർഷ്യനെ ഇറക്കുന്നില്ല. അതിന് പകരം അലാബിനാണ് ഇറക്കിയിട്ടുള്ളത്. എക്സ്പീരിയൻസ് മുന്നിൽ കണ്ടുകൊണ്ട് ഇറക്കിയതായിരിക്കാം. പിന്നെ റൈറ്റിലേക്ക് നോക്കുന്ന സമയത്ത് വൽവേർഡെയാണ് റൈറ്റിൽ അവിടെ മെച്ചപ്പെട്ട് കളിക്കാൻ വേണ്ടി പറ്റുള്ളൂ. വാസ്കസിനൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അടപടലം പണി വാളും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. മിഡ്ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് അവിടെ ലൂക്ക സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, കമവിംഗ ഉണ്ട്, ജൂഡ് ബെല്ലിംഗ്ഹാം ഉണ്ട്. ഫൈനൽ തേർഡിലേക്ക് വരുന്ന സമയത്ത് ടിപ്പിക്കൽ നമ്മൾ കാണുന്ന ഫൈനൽ തേർഡ് തന്നെ, എംബാപ്പെ, വിനീഷ്യസ്, റോഡ്രിഗോ. ഇനി ആഴ്സണലിൻ്റെ സൈഡിലേക്ക് വരുന്ന സമയത്ത് റായാണ് ഗോൾ കീപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗബ്രിയലിൻ്റെ ആബ്സെൻസിൽ കിവിയോർ അവിടെ വരികയാണ്. കിവിയോർ സാലിബ പെയറാണ് സെൻട്രൽ ബാക്കിൽ. മൈൽസ് കെല്ലി ലെഫ്റ്റ് ബാക്ക്, റൈറ്റ് ബാക്ക് ടിംബർ. മിഡ്ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് അവരുടെ കൺട്രോളർ, അവരുടെ ടീമിൻ്റെ എൻജിൻ, ഹേർട്ടൊക്കെ ആയിട്ടുള്ള തോമസ് പാർട്ടി അവിടെ വരുന്നുണ്ട്. ഒഡേഗാർഡ് ഉണ്ട്, അതുപോലത്തെ ഡെക്ലാൻ റൈസ് ഉണ്ട്. ഫൈനൽ തേർഡിലേക്ക് വരുന്ന സമയത്ത് മാർട്ടിനെല്ലി, മൈക്കേൽ മെറീനോ, അതുപോലെ തന്നെ ബുക്കായോ സാക്ക. ഇതാണ് ടീം എന്ന് പറയുന്നത്. അപ്പം ഇതിൽ ബുക്കായോ സാക്കാൻ്റെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും? അതുപോലെ തന്നെ ഈ വിനീഷ്യസും റോഡ്രിഗോയും എങ്ങനെ പെർഫോം ചെയ്യും? ഈ ജൂഡ് ബെല്ലിംഗ്ഹാമിനെ എങ്ങനെ ആഴ്സണൽ തടഞ്ഞു നിർത്തും? ഇതൊക്കെ ഭയങ്കര ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പം ഫസ്റ്റ് തന്നെ ഈ ജൂഡിൻ്റെ കേസിന്, അല്ലെങ്കിൽ ടോട്ടലി ഈ ഒരു വലിയ ഫോഴ്സ് ആയിട്ടുള്ള ഓൺ പേപ്പർ അത്യാവശ്യം നല്ല ഫോഴ്സ് ആയിട്ടുള്ള ഈ ഒരു റയൽ മാഡ്രിഡ് ടീമിൻ്റെ മിഡ്ഫീൽഡിനെ എങ്ങനെ തടഞ്ഞു നിർത്തും എന്നുള്ളതിന് ഉത്തരം കൊടുക്കുന്നത് ആരാണെന്നറിയാം? അത് തോമസ് പാർട്ടിയാണ്. തോമസ് പാർട്ടിൻ്റെ ബ്രില്യൻ പെർഫോമൻസ് ആണ് എമിറേറ്റ്സിൽ വെച്ച് കണ്ടിട്ടുള്ളത്. ആള് ഈ ജൂഡ് ബെല്ലിംഗ്ഹാമും കമവിംഗയും മോഡ്രിച്ചും ഒക്കെ ഉള്ള മിഡ്ഫീൽഡിനെ അങ്ങോട്ട് അടക്കി ഭരിച്ചു, കൈക്കലാക്കി വളരെ മനോഹരമായിട്ട് ഓൺ ദ ബോൾ ആൻഡ് ഓഫ് ദ ബോൾ സിറ്റുവേഷൻസിൽ കളി കൺട്രോൾ ചെയ്തു എന്നുള്ളതാണ്. ആളുടെ ഡിഫൻസീവ് സൈഡിലെ പെർഫോമൻസ് ആണെങ്കിലും, ആളുടെ കൺട്രോളിങ് ആണെങ്കിലും, ആളിന് അറ്റാക്കിലേക്ക് വരുന്ന സമയത്ത് ആളുടെ കോൺട്രിബ്യൂഷൻ ആണെങ്കിലും എല്ലാതും പീക്ക് പെർഫെക്ഷനിൽ ആൾക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ആളുടെ മാച്ചിൽ ആകെ ഒറ്റ റോങ് ടച്ചാണ് ഉണ്ടായത്. ആ റോങ് ടച്ച് ഉണ്ടായത് ആൾ അടുത്ത സെക്കൻഡിൽ തന്നെ ക്ലാരിഫൈ ചെയ്യുന്നുണ്ട്. 85 മിനിറ്റിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പം ഒരു ഗ്രേറ്റ് ഡിസ്പ്ലേ ആണ് അവിടെ കണ്ടിട്ടുള്ളത്. അപ്പം ഈ ഒരു മാച്ചിൽ ഡിഫറൻസ് മേക്കറായിട്ട് എനിക്ക് ശരിക്കും തോന്നിയിട്ടുള്ള ഒരു പ്ലെയർ തോമസ് പാർട്ടിയാണ്. വളരെ അണ്ടർറേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. ഇപ്പോൾ ഈ ആഴ്സണലിൻ്റെ സൈഡിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഏതൊക്കെ പ്ലെയേഴ്സിന് ഇഞ്ചുറി ആണ് അതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോലും ഈ തോമസ് പാർട്ടി ഫിറ്റായിട്ട് അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ആൾ തരുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ, അത് അതിഭീകരമായിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ്. വേൾഡ് ക്ലാസ് പ്ലെയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഞാൻ പറയാ, നിലവിൽ ആ റോള് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന അവൈലബിൾ ആയിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ, വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയർ. പിന്നെ നമുക്ക് സംസാരിക്കേണ്ട മറ്റൊരു പ്ലെയർ എന്നുള്ളത് ഡെക്ലാൻ റൈസ് ആണ്. ബ്രില്യൻ ഡിസ്പ്ലേ. ആഴ്സണലിൻ്റെ എൻ്റയർ ഡിഫൻസീവ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേറ്റ് ഡിസ്പ്ലേ അവിടെ കാണിച്ചു. പിന്നെ എസ്പെഷ്യലി ഈ ഒരു മിഡ്ഫീൽഡിലേക്ക് ഇൻവേർട്ട് ആയതിനു ശേഷമൊക്കെ ഇൻവേർട്ട് ചെയ്ത് വന്നിട്ട് നമ്മുടെ മൈൽസ് കെല്ലിയൊക്കെ നല്ല രീതിക്കാണ് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഫൈനൽ തേർഡ് ആഴ്സണലിൽ നന്നായിട്ട് കളിക്കുന്നുണ്ട്. എസ്പെഷ്യലി സാക്ക തകർത്താടി അർമാദിച്ചൊരു മാച്ചാണ് നടന്നു പോയിട്ടുള്ളത്. പിന്നെ നമ്മൾ ഒഡേഗാർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വൺസ് അഗൈൻ ബ്രില്യൻ ഡിസ്പ്ലേ. അതായത് ഈ സാക്ക റൈറ്റിൽ എത്തിയതോടെ അതിൻ്റെ ഏറ്റവും കൂടുതൽ മെച്ചം കിട്ടുന്നത് ഒഡേഗാർഡിനാണ്. ഒഡേഗാർഡിന് ഒരു പെർഫെക്റ്റ് കോംബോ അവിടെ കിട്ടുകയാണ്. ഒഡേഗാർഡിൻ്റെ ടച്ചും ഒഡേഗാർഡിൻ്റെ പേസും ഒഡേഗാർഡിൻ്റെ വിഷനും എല്ലാം കൃത്യമായിട്ട് അറിയുന്നൊരു പ്ലെയർ
ആളുടെ കൂടെ കോംബോ ചെയ്യാൻ വേണ്ടി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൽ പരം എന്താണ് ഒരു മിഡ്ഫീൽഡർക്ക് വേണ്ടത്? അത് പെർഫെക്റ്റ് ആയിട്ട് ഒഡേഗാർഡിന് കിട്ടിയതോടെ ഒഡേഗാർഡ് തൻ്റെ ഫുൾ ഔട്ട്പുട്ടിലേക്ക് അങ്ങോട്ട് വരികയാണ്. ഗ്രേറ്റ് ഡിസ്പ്ലേ ആണ് ഒഡേഗാർഡിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ മാർട്ടിനെല്ലിയും അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്നുണ്ട്. ഡെക്ലാൻ റൈസിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു. ആൻഡ് ഈ ഒരു ആഴ്സണൽ ടീമിലെ 11 പ്ലെയേഴ്സും ഈക്വലി അടിപൊളി പെർഫോമൻസ് ആണ് അവിടെ കാഴ്ചവെച്ചിട്ടുള്ളത്. അതേസമയം റയലിൻ്റെ സൈഡിലേക്ക് വരുന്ന സമയത്ത് മെച്ചപ്പെട്ട് കളിച്ചിട്ടുള്ള ഏക പ്ലെയർ എന്നുള്ളത് അത് തിബോട്ട് കോർട്ടുവ മാത്രമാണ്. കോർട്ടുവ 2 ഒക്കേഷൻസിൽ ഡബിൾ സേവ് നടത്തുന്നുണ്ട്. ഫസ്റ്റ് ഹാഫിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു റൈറ്റ് ഹാഫ് സ്പേസിൽ നിന്ന് ഒരു കിടിലൻ ക്രോസ് നമ്മുടെ ജൂറിയൻ ടിംബർ ബോക്സിലേക്ക് കൊടുക്കുന്നു. ഡെക്ലാൻ റൈസ് ഹെഡ് ചെയ്യുന്നു, അത് സേവ് ചെയ്യുന്നു. ആൻഡ് അതിൻ്റെ റീബൗണ്ട് വീണ്ടും ഗബ്രിയേൽ മാർട്ടിനെല്ലി ഒരു ഷോട്ട് അടിക്കുകയാണ്, അതും തിബോട്ട് കോർട്ടുവ സേവ് ചെയ്യാണ്. ഡബിൾ സേവ്, ഗംഭീര സേവ് ആയിരുന്നു അത്. അതിൻ്റെ ശേഷം സെക്കൻഡ് ഹാഫിൽ ഇങ്ങനത്തെ വേറൊരു ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നുണ്ട്. അതായത് ഫസ്റ്റ് ഒരു ഷോട്ട് വരുന്നു, ആൾ സേവ് ചെയ്യുന്നു, അതിൻ്റെ റീബൗണ്ട് മിക്കൽ മെറീനോ അടിക്കുന്നു, അത് ഗോൾ ലൈനിൽ നിന്ന് സേവ് ചെയ്യുന്നത് അലാബയാണ്. ആൻഡ് എഗെയിൻ റീബൗണ്ട് മിക്കൽ മെറീനോ അടിക്കുന്നു, അത് വീണ്ടും ഒരു സേവ് നടത്തുന്നത് ആരാണ്? അത് തിബോട്ട് കോർട്ടുവാണ്. 3-0 ടീം നാണം കെട്ട് പരാജയപ്പെട്ടപ്പോഴും ടീമിൻ്റെ ഒരു പോസിറ്റീവ് ഘടകമായിട്ട് നിന്നൊരു പ്ലെയർ എന്നുള്ളത് തിബോട്ട് കോർട്ടുവ മാത്രമാണ്. ഓക്കെ, ഇനി നമ്മൾ മാച്ചിലേക്ക് വരികയാണെങ്കിൽ മാച്ച് തുടങ്ങുന്നത് മുതൽ തന്നെ ആഴ്സണലിൻ്റെ ഒരു ഡോമിനേഷനാണ് നമ്മൾ കാണുന്നത്. അവർ നല്ല രീതിക്ക് ബോൾ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ സിസ്റ്റം, അവരുടെ സ്ട്രക്ചർ, എങ്ങനെ പാസ് ചെയ്യണം, ആര് പാസ് ചെയ്യണം, ആര് പ്രസ് ചെയ്യണം എന്നുള്ള കാര്യത്തിലൊക്കെ അവർ ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു. അതിപ്പം ഈ റയൽ മാഡ്രിഡിൻ്റെ ഡിഫൻസ് ബോൾ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ആരൊക്കെ കയറി പ്രസ് ചെയ്യണം, ആ ഒരു 4-4 ഷേപ്പിൽ അതിൽ അവർ ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു. അതേസമയം നമ്മൾ റയലിൻ്റെ സൈഡിലേക്ക് വരികയാണെങ്കിൽ പലരും പലതവണ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്, എന്നാൽ ഒരുപാട് തവണ ആരും പറയാത്തൊരു കാര്യമാണ് ഈ റയലിൻ്റെ ഫൈനൽ തേർഡിൻ്റെ പ്രസ്സിങ്. ആ പ്രസ്സിങ് ശരിക്കും ഭയങ്കര മോശമാണ്. ഞാൻ പറയുന്നത് ഈ എംബാപ്പയും റോഡ്രിഗോയും വിനീഷ്യസും എപ്പോഴും ഇങ്ങനെ കയറി പ്രസ് ചെയ്തുകൊണ്ടിരിക്കണം എന്നല്ല. അറ്റ്ലീസ്റ്റ് പല സമയത്ത് ഇവർ ഈ ഒരു പാസിംഗ് ലൈന് പോലും കട്ട് ചെയ്യുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. സെക്കൻഡ് ഹാഫിൽ എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ പാസിംഗ് ലൈന് കട്ട് ചെയ്യാൻ അവർ ശ്രദ്ധിച്ചു ചില സമയത്തെങ്കിലും. ഫസ്റ്റ് ഹാഫിലൊന്നും ഈ സാലിബൻ്റെ അടുത്തൊക്കെ ബോൾ കിട്ടുന്ന സമയത്ത് വിങ് ബാക്കിലേക്കുള്ള പാസിംഗ് ഓപ്ഷൻ കട്ട് ചെയ്യുക, അല്ലെങ്കിൽ പിവട്ടിലേക്കുള്ള പാസിംഗ് ഓപ്ഷൻ കട്ട് ചെയ്യുക, അപ്പോൾ ഇതൊന്നും അവർ കൃത്യമായിട്ട് ചെയ്യുന്നില്ല. അപ്പോൾ അതൊക്കെ ഈ റയലിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പ്രശ്നങ്ങളാണ്. അവർ ടോട്ടലി ഒരു ലേസി അപ്രോച്ചാണ് പലപ്പോഴും പല പ്ലെയേഴ്സും കാണിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ മത്സരം തുടങ്ങുമ്പോൾ തന്നെ ഒരു എന്താ പറയുക, കിവിയോറിൻ്റെ ഒരു മിസ് ജഡ്ജ്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു ബോൾ എംബാപ്പയ്ക്ക് കിട്ടുന്നു, എംബാപ്പ അത് ഷോട്ട് അടിക്കുന്നു. പക്ഷേ ഈസി സേവ് ആയിരുന്നു അത് റയലിനെ സംബന്ധിച്ചിടത്തോളം. പിന്നീട് കുറേ അറ്റാക്ക് അവിടെ ആഴ്സണൽ നടത്തുന്നുണ്ട്. അപ്പം അവിടെയും തിബോട്ട് കോർട്ടുവയൊക്കെ സ്റ്റെപ്പപ്പ് ചെയ്തുകൊണ്ടാണ് ആഴ്സണലിനെ പിടിച്ചു നിർത്തുന്നത്. അങ്ങനെ ടോട്ടലി ഫസ്റ്റ് ഹാഫ് നോക്കുന്ന സമയത്ത് ബെറ്റർ ടീമായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് ആഴ്സണലായിരുന്നു എല്ലാ തരത്തിലും. അത് പൊസഷൻ വെച്ച് നോക്കുമ്പോൾ, അത് കൂടുതൽ അറ്റാക്സ് ക്രിയേറ്റ് ചെയ്ത് വെച്ച് നോക്കുമ്പോൾ, അത് ആ ടീമിൻ്റെ സ്ട്രക്ചർ വെച്ച് നോക്കുമ്പോൾ, പ്രസ്സിങ് വെച്ച് നോക്കുമ്പോൾ, ഓൺ ദ ബോൾ ആൻഡ് ഓഫ് ദ ബോൾ ഷേപ്പൊക്കെ വെച്ച് നോക്കുമ്പോൾ ആഴ്സണലായിരുന്നു ബെറ്റർ ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്തും. അപ്പം ആഴ്സണലിൻ്റെ ആട്ടമാണ് ഫസ്റ്റ് ഹാഫിൽ അവരെന്താണോ കാഴ്ചവെച്ചത് അതിൻ്റെ അപ്പുറത്തേക്കുള്ളതാണ് സെക്കൻഡ് ഹാഫിൽ അവർ കാണിച്ചതെന്നുള്ളതാണ്. അപ്പം എല്ലാവരും ഫുൾ ഓൺ ആയിട്ട് പെർഫോം ചെയ്യുന്നു. അങ്ങനെയാണ് ഈ റൈറ്റിൽ നിന്ന് ഒരു ബോൾ എടുത്ത് ഇൻസൈഡിലേക്ക് സാക്ക് അങ്ങോട്ട് കയറി വരികയാണ്. അപ്പോൾ ഈ സാക്ക് കയറിക്കഴിഞ്ഞാൽ തടയാൻ കുറച്ച് പാടാണല്ലോ. അങ്ങനെ അവിടെ അലാബ ഞാൻ തോന്നുന്നു ഫൗൾ ചെയ്യുന്നത്, അലാബ ആളെ ഫൗൾ ചെയ്യാണ്. അപ്പോൾ അവിടെ നിന്നൊരു ഫ്രീ കിക്ക് കിട്ടുകയാണ്. ഇനി നമുക്ക് ആ ഒരു എന്താ പറയുക, ഈ ആഴ്സണലിൻ്റെ റൈറ്റ് വേഴ്സസ് റയലിൻ്റെ ലെഫ്റ്റ് പോരിനെ കുറിച്ച് പറയാം. അപ്പം ഈ ഒരു ആഴ്സണലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു മെയിൻ ടാർഗറ്റ് ആയിരുന്നു ആരെന്നറിയും, അത് അലാബയായിരുന്നു. അലാബനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അറ്റാക്സ് ഉണ്ടാക്കുക. അറിയാലോ, അവർ ലെഫ്റ്റിലായിരുന്നു ഫുള്ളി ഫോക്കസ്ഡ്. 10 അറ്റാക്ക് റൈറ്റിലായിരുന്നു. റയലിൻ്റെ ലെഫ്റ്റിൽ, ആഴ്സണലിൻ്റെ റൈറ്റിൽ. അപ്പം ഒരു 10 അറ്റാക്ക് ആഴ്സണലിൻ്റെ റൈറ്റിലൂടെ അങ്ങോട്ട്, ആഴ്സണലിൻ്റെ റൈറ്റിൽ അതായത് സെക്കൻഡ് അങ്ങനെ അങ്ങോട്ട് പോകുമ്പോഴാണ് പിന്നെയാണ് ഒരു അറ്റാക്ക് മാർട്ടിനെല്ലി സൈഡിലൂടെ വരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, അപ്പോൾ അവരുടെ ടാർഗറ്റ് ക്ലിയർ ആയിട്ടും അലാബയായിരുന്നു. അലാബനെ അവർ ഭയങ്കര നന്നായിട്ട് ചൂഷണം ചെയ്യുന്നുണ്ട്. അലാബ നല്ല രീതിക്ക് കഷ്ടപ്പെടുന്നുണ്ട്. അതും ചില്ലറ ആൾക്കാരാണോ അലാബൻ്റെ ഓപ്പോസിറ്റ് ഉള്ളത്? അലാബൻ്റെ ഓപ്പോസിറ്റ് ഉള്ളത് ഒഡേഗാർഡ്, സാക്ക, ജൂറിയൻ ടിംബർ, ഇവരൊക്കെ ഭൂലോക ടെക്നീഷ്യന്മാരാണ്. ഭയങ്കര ഫുട്ബോളിംഗ് ബ്രെയിനുള്ള, ഭയങ്കര ഫുട്ബോളിംഗ് ഐക്യമുള്ള ആൾക്കാരാണ്. അപ്പം ഇവർക്കെതിരെ കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇങ്ങനെ ഫെയ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു അലാബനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അവിടെ ഫെർലാൻ മെൻഡി ഇല്ല, അല്ലെങ്കിൽ അവർക്ക് ഫ്രാൻ ഇറക്കായിരുന്നു. ഫ്രാൻ ഇറക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാന് കുറേ കൂടി അറ്റാക്കിംഗ് ഔട്ട്പുട്ട് വരുന്ന സമയത്ത് ടോട്ടലി എന്തെങ്കിലുമൊക്കെ ബാലൻസിങ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇവിടെ ഈ അലാബിൻ്റെ അടുത്ത് അറ്റാക്കിംഗ് ഔട്ട്പുട്ട് ഒട്ടും കിട്ടുന്നില്ല, ഡിഫെൻസീവ് ഔട്ട്പുട്ടും കിട്ടുന്നില്ല. അപ്പോൾ ഫ്രാനുള്ള സമയത്ത് ഇവിടുന്ന് ഒരു അറ്റാക്കിംഗ് ത്രെറ്റ് വരും എന്നുള്ള പേടിയുണ്ടെങ്കിലും ചിലപ്പോൾ കുറച്ചെങ്കിലും ഒരു ബാക്ക് ഫുട്ടിലേക്ക് ആഴ്സണൽ ചിലപ്പോൾ നീങ്ങുമായിരുന്നു. അതൊന്നും സംഭവിക്കുന്നില്ല. ഫ്രാനൊക്കെ 85-ാം മിനിറ്റിന് ശേഷമൊക്കെയാണ് കൊണ്ടുവരുന്നത്. സബ്സ്റ്റിറ്റ്യൂഷനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പം ആ സൈഡിനെ ടാർഗറ്റ് ചെയ്ത് അങ്ങോട്ട് നശിപ്പിച്ച് കളഞ്ഞു. അങ്ങനെ ബോൾ എടുത്ത് ഇൻസൈഡിലേക്ക് സാക്ക് കയറിയിട്ട് അവിടുന്ന് കിട്ടിയ ആ ഒരു ഫ്രീ കിക്കാണ് ആര് ഗോളടിക്കുന്നത്, ഡെക്ലാൻ റൈസ് ഗോളടിക്കുന്നത്. അപ്പോൾ ഡെക്ലാൻ റൈസ് ഫ്രീ കിക്കിന് വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നിക്കോ ജോറ് ടച്ച് ലൈൻ്റെ അങ്ങോട്ട് വരുന്നുണ്ട്. എപ്പോഴും കാണുന്ന സീന്, എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു. ആൻഡ് ഒരു മഴവില്ല് പോലത്തെ സാധനം ആൾ പോസ്റ്റിലേക്ക് കയറ്റുകയാണ്. അടിപൊളി ഫ്രീ കിക്കായിരുന്നു. ഞാൻ ലൈവ് കണ്ടതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഫ്രീ കിക്ക് എന്ന് പറയാം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫ്രീ കിക്ക്. അതും ഡെക്ലാൻ റൈസ് അത് അടിച്ച് കയറ്റുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. അങ്ങനെ ഡെക്ലാൻ റൈസ് ഏകദേശം 57-ാം മിനിറ്റിൽ ആ ഒരു ഫ്രീ കിക്ക് അടിച്ച് കയറ്റി 1-0 ലീഡ് കൊടുക്കുകയാണ്. മാഡ് സീൻസ് ആയിരുന്നു എമിറേറ്റ്സിൽ ഉണ്ടായിരുന്നത്. ആളുടെ സെലിബ്രേഷനും എല്ലാം അടിപൊളിയായിരുന്നു. അങ്ങനെ എഗെയിൻ ആ ഒരു റൂള് ആഴ്സണൽ ഇങ്ങനെ കൺട്രോൾ ചെയ്തുകൊണ്ട് പോകണം. അവർ ഗ്രൗണ്ട് ഇങ്ങനെ റൂൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ എംബാപ്പെ 1-2 ഷോട്ട് മാച്ചിലുടനീളം അടിച്ചു എന്നല്ലാതെ വേറൊന്നും ഈ റയലിൻ്റെ അറ്റാക്കിംഗ് സൈഡിന് കാണിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. വിനീഷ്യസിന് ഒന്നും കാണിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല, റോഡ്രിഗോക്ക് പറ്റിയിട്ടില്ല. ബെല്ലിംഗ്ഹാം 1-2 പാസ് കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെല്ലിംഗ്ഹാം 0 ആയിരുന്നു. കമവിംഗക്ക് റെഡ് കാർഡ് വരെ കിട്ടി. മോഡ്രിച്ചിനൊന്നും പറ്റിയിട്ടില്ല. കംപ്ലീറ്റ്ലി 0 റയലിൻ്റെ സൈഡിൽ നോക്കുന്ന സമയത്ത്. പിന്നെ മാച്ച് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എഗെയിൻ നേരത്തെ നടന്ന സംഭവം റിപ്പീറ്റ്. അതായത് എഗെയിൻ സാക്ക ബോൾ എടുത്തിട്ട് ഇൻസൈഡിലേക്ക് വരുന്നു, സാക്കനെ ഫൗൾ ചെയ്യുന്നു. സാക്കനെ അപ്പോൾ ഫൗൾ ചെയ്യുന്ന എനിക്ക് തോന്നുന്നു കമവിംഗയാണ്. അതിന് ഫ്രീ കിക്ക് കിട്ടുന്നു. കിട്ടിലും ഫ്രീ കിക്ക് എഗെയിൻ അടിച്ചു കയറ്റുന്നത് ആരാണ്? ഡെക്ലാൻ റൈസ് ആണ്. ഒരു മാച്ചിൽ 2 ഫ്രീ കിക്ക്, അതും ഇത്രയും ക്രൂഷ്യലായിട്ടുള്ള മാച്ചിൽ റയലിനെതിരെ, തിബോട്ട് കോർട്ടുവക്കെതിരെ. എത്ര ഡിഫിക്കൽട്ടാണെന്ന് അറിയാലോ. ഒരു മാച്ചിൽ 2 ഫ്രീ കിക്കാണ് ഡെക്ലാൻ റൈസ് എന്ന് പറയുന്ന മനുഷ്യൻ 41-ാം നമ്പർ ജേഴ്സി തൊട്ട് അടിച്ച് കയറ്റിയിട്ടുള്ളത്. ബ്രില്യൻറ്റ് എന്നല്ലാതെ ഒന്നും പറയാനില്ല. നമ്മൾ സംഭവം ഇവന്മാരെ സെറ്റ് പീസ് എഫ് സി എന്നൊക്കെ വിളിക്കുമെങ്കിൽ പോലും, പക്ഷേ ഒരു നോക്കൗട്ട് മാച്ചിലേക്കൊക്കെ വരുന്ന സമയത്ത് ഇതാണ് വേണ്ടത്. നിങ്ങളെപ്പോഴും മാച്ച് കൺട്രോൾ ചെയ്യുന്നു വേണ്ട, സെറ്റ് പീസ് കിട്ടുമോ, ഗോൾ അടിക്കാൻ പറ്റുമോ, അത് മതി. ജയിച്ച് കയറാൻ പറ്റുമെങ്കിൽ അത് മതി. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്നുള്ളത്. അപ്പം 2 ബ്രില്യൻ സെറ്റ് പീസ് ഗോളുകളാണ് അവരെ സൈഡിൽ നിന്ന് കണ്ടത്. അപ്പം അവിടെ തീർന്നു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ തീരുന്നില്ല. പിന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലൂടെ, അത്ര നേരം റൈറ്റ് സൈഡിലൂടെ താണ്ഡവം ആടിയിട്ടുള്ള ആഴ്സണൽ സാക്ക് ഒന്ന് കയറിയതിന് ശേഷം ട്രൊസാഡ് അവിടെ ലെഫ്റ്റിൽ വന്നതിന് ശേഷം ലെഫ്റ്റ് സൈഡിലൂടെ അങ്ങോട്ട് താണ്ഡവം തുടങ്ങാന്നേ. അങ്ങനെ ബോൾ എടുത്തിട്ട് ട്രൊസാഡ് വരുന്നു, ട്രൊസാഡ് വന്നിട്ട് അത് മൈൽസ് സ്കെല്ലിക്ക് കൊടുക്കുന്നു. സ്കെല്ലി അത് നേരെ കൊടുക്കുന്നത് മിക്കൽ മെറീനോയിലേക്കാണ്. മെറീനോൻ്റെ സൂപ്പർ കൂൾ ഫിനിഷ്, അതായത് ഒരു സ്ട്രൈക്കർ ഫിനിഷ് ചെയ്യുന്ന പോലെ. അപ്പോൾ ഈ ചെങ്ങായി ഏകദേശം ഒരു സ്ട്രൈക്കറെ പണിയെടുക്കുന്നുണ്ട് കേട്ടോ. എപ്പോഴും എടുക്കും, അങ്ങനെ റിലയബിൾ സ്ട്രൈക്കർ അങ്ങനെ ഒന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ആ ഫിനിഷ് ഉണ്ടായിരുന്നല്ലോ, അത് അടിപൊളി ഫിനിഷ്, അത് സൂപ്പർ സാധനമായിരുന്നു. അപ്പം ഒരു രക്ഷയില്ലാത്ത ഫിനിഷാണ് നമ്മളവിടെ കണ്ടിട്ടുള്ളത്. അപ്പോൾ അത് അപ്രിസിയേഷൻ എന്തായാലും കൊടുത്തേ മതിയാവുള്ളൂ. മിക്കൽ മെറീനോക്ക് അടിപൊളി ഫിനിഷായിരുന്നു. ഒരു നാച്ചുറൽ ഗോൾ സ്കോറർ അടുത്ത് കാണുന്ന തരത്തിലുള്ളൊരു ഫിനിഷാണ് നമ്മളവിടെ മിക്കൽ മെറീനോൻ്റെ സൈഡിൽ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നത്. ബ്രില്യൻറ്റ്. അപ്പം അതാണ്, അങ്ങനെയാണ് 3 ഗോളുകൾ വന്നിട്ടുള്ളത്. പിന്നെ അവസാനം ആ ബോൾ അടിച്ച് കളഞ്ഞതിന് അവിടെ കമവിംഗക്ക് റെഡ് കാർഡ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി നടക്കാനുള്ളത് സെക്കൻഡ് ലെഗാണ്. സെക്കൻഡ് ലെഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓപ്പോസിറ്റ് നിൽക്കുന്നത് റയൽ മാഡ്രിഡ് ആണ്. അവർക്ക് അവരുടേതായിട്ടുള്ള എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. മാച്ച് നടക്കുന്നത് ബെർണാബൂവിലാണ്. ബെർണാബു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതങ്ങളുടെ മണ്ണാണ്. എന്തും എങ്ങനെയും അവിടെ സംഭവിക്കാം. അവസാന വിസിൽ മുഴങ്ങാതെ നമുക്കൊരിക്കലും ഒരു പ്രഡിക്ഷൻ അവിടെ നടത്താൻ വേണ്ടി കഴിയില്ല. സോ സെക്കൻഡ് ലെഗ് നമ്മളെന്തായാലും നോക്കി കാണേണ്ട സംഗതിയാണ്. ഇനി റയലിൻ്റെ സൈഡിലുള്ള ചില പ്രശ്നങ്ങൾ നോക്കുകയാണെങ്കിൽ, പ്രസ്സിങ്ങിൻ്റെ പ്രശ്നം, ഫൈനൽ തേർഡ് പ്രസ് ചെയ്യാത്തതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പലപ്പോഴും മിഡ്ഫീൽഡിൻ്റെ പ്രസ് ലേസിയാണ്, അതൊരു ഫാക്റ്റ്. പിന്നെ ഇവന്മാർക്ക് ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല എന്നുള്ളതാണ്. ബെല്ലിംഗ്ഹാമിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, മോഡ്രിച്ചിന് പറ്റുന്നില്ല, കമവിംഗയ്ക്ക് പറ്റുന്നില്ല. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ ഹോൾഡിംഗ് മിഡ്ഫീൽഡർ ഇല്ല. ഇപ്പം സെബയോസ് ഉള്ള സമയത്ത് അടിപൊളിയായിരുന്നു.
സെബിയോസ് ബോൾ കൺട്രോൾ ചെയ്യുന്നത്. അപ്പം സെബിയോസ് അവിടെ പ്രോപ്പർ കൺട്രോളിംഗ് ഒക്കെ നടത്തുന്നതുകൊണ്ട് തന്നെ ഈ റൈറ്റിലേക്ക് നമ്മുടെ ഫെഡയ്ക്ക് പോകാനും പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ റൈറ്റിൽ ഫെഡ നിൽക്കുന്നു, മിഡ്ഫീൽഡ് കൺട്രോൾ ഇല്ല, പ്രോപ്പർ ബോൾ ഹോൾഡ് ചെയ്യുന്നില്ല, പ്രോപ്പർ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നില്ല, ഇതൊന്നും നടക്കുന്നില്ല. അപ്പം ഇത് ഉള്ള ആരെങ്കിലൊക്കെ ചെയ്യണം. ഒന്നെങ്കിൽ കമവിങ്ക ചെയ്യണം, അല്ലെങ്കിൽ മോഡ്രിച്ച് ചെയ്യണം, ഇത് ആരെങ്കിലൊക്കെ ചെയ്യണം, അല്ലാതെ രക്ഷയില്ലല്ലോ. അപ്പം ഇവരാരിത് സ്റ്റെപ്പപ്പ് ചെയ്തുകൊണ്ട് ചെയ്യുന്നില്ല. അങ്ങനെ മിഡ്ഫീൽഡ് എന്ന് പറഞ്ഞാൽ വട്ടപൂജ്യം. സീസണിൽ പല തവണ നമ്മൾ കണ്ടിട്ടുള്ള സംഭവമാണ്. എക്സെപ്റ്റ് അവിടെ സെബിയോസ് ഫുള്ളി ഫിറ്റായി നിൽക്കുന്ന സമയം മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് മിഡ്ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വട്ടപൂജ്യമാണ് പല സമയത്തും. അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സമയത്തും അവർക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അങ്ങനെ ഈ അറ്റാക്ക് ഈ എംബാപ്പയും റോഡ്രിഗോയും വിനീഷ്യസുള്ള അറ്റാക്ക് തളർന്നു പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ അവർക്കൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുമ്പോൾ, എന്തുകൊണ്ട് നേരത്തും കാലത്ത് അർദ ഗ്യൂളറിനെ കൊണ്ടുവരാത്തേ? ഇതൊരു ചോദ്യമല്ലേ. എന്തുകൊണ്ട് അർദ ഗ്യൂളറിനെ കൊണ്ടുവരുന്നില്ല? അല്ലെങ്കിൽ ഒരു 60 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 50 മിനിറ്റ് അല്ലെങ്കിൽ ഹാഫ് ടൈമിൽ എപ്പോഴെങ്കിലൊക്കെ എന്തുകൊണ്ട് നേരത്തെ ബ്രാഹിം ഡിയാസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല? ഈ 85-ാം മിനിറ്റിൽ ബ്രാഹിം ഡിയാസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുവരെ ഓഫായി നിൽക്കുകയാണ് ഈ റോഡ്രിഗും എല്ലാ പ്ലേയേഴ്സും. ടോട്ടൽ ട്രയൽ ഓഫാണ്. ആരെ വലിച്ചിട്ടും അവിടെ ബ്രാഹിമിനെ കൊണ്ടുവരാം. അപ്പോൾ എന്തുകൊണ്ട് ബ്രാഹിമിനെ കൊണ്ടുവന്നില്ല? അർദനെ കൊണ്ടുവരുന്നില്ല. ഇവരൊക്കെ ഫുട്ബോൾ ഐക്യുള്ള ആളുകളല്ലേ ഈ പ്ലെയേഴ്സും. അവർക്ക് ഒരു ഡിഫറൻസ് കൊണ്ടുവരാൻ കഴിഞ്ഞേക്കാം. എന്തുകൊണ്ട് നമ്മുടെ കാർലോ ആഞ്ചലോട്ടി ഇവരിൽ വിശ്വസിക്കുന്നില്ല? ഇത് ഒരു വല്ലാത്ത ചോദ്യമാണ്. ഇപ്പോൾ കാർലോൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർലോ ഒരു എക്സ്പീരിയൻസിനെ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ. ഇനിയിപ്പോൾ ആൾ വിശ്വസിക്കുന്ന പ്ലേയേഴ്സ് മോശം പെർഫോമൻസ് നടത്തി കഴിഞ്ഞാലും ആൾ വീണ്ടും അവർക്ക് ചാൻസ് കൊടുക്കും. അവരോടെന്തോ ലോയലായ പോലെയാണ്. ഈ അടുത്തൊക്കെ ആയിട്ട് ആളുടെ കാട്ടിക്കൂട്ടൽ കാണുമ്പോൾ നമുക്ക് തോന്നും. അപ്പം അത് ഒരു ടീം എന്നുള്ള നിലക്ക് ഒരുപാട് സമയത്തൊന്നും റയലിന് ഗുണം ചെയ്യുന്നില്ല. സോ അവിടെയൊക്കെ ഒരു മാറ്റം വരേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് കുറേ ആളുകൾ കാർലോ ഔട്ട് എന്നുള്ള മുദ്രാവാക്യങ്ങളൊക്കെ ഉയർത്തുന്നത്. എന്തായാലും നെക്സ്റ്റ് സീസണിൽ കാർലോ പോയിട്ട് മറ്റൊരു മാനേജർ വരണമെന്നാണ് പേഴ്സണലി എൻ്റെ ഒരു ഒപ്പീനിയൻ. ഞാൻ മുമ്പേയും പറഞ്ഞിട്ടുണ്ട്, നമ്മളതിനെക്കുറിച്ച് സെപ്പറേറ്റ് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഇവിടെ ഈ ഒരു മാച്ചിൻ്റെ കംപ്ലീറ്റ് ബ്ലെയിം പോകേണ്ടത് ആരിലേക്കാണ്? അത് കാർലോയിലേക്കാണെന്നാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഒരു സ്ട്രക്ചറും ഇല്ലാതെ, ഒരു പ്ലാനിങ്ങും ഇല്ലാതെ, ഇത്രയും ക്ലൂലെസ് ആയിട്ട്, ഇത്രയും ഡിസോർഗനൈസ്ഡ് ആയിട്ട് ഒരു റയലിനെ കാണുന്നത് ചുരുക്കമാണ്. അങ്ങനത്തെ ഒരു റയലിനെയാണ് നമ്മൾ ഇന്നലെ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിന് കാര്യമായിട്ട് ബ്ലെയിം പോകേണ്ടത് മാനേജർക്ക് തന്നെയാണ്. അപ്പോൾ മാനേജർക്ക് മാത്രം കൊടുക്കണ്ട, വേറെയുള്ള പല കാര്യങ്ങൾക്കും പ്ലേയേഴ്സിന് എത്തിച്ചു കൊടുക്കാത്തതിനൊക്കെയുള്ള ബ്ലെയിം മാനേജ്മെൻറ്റ് സൈഡിലേക്കും പോകേണ്ടതായിട്ടുണ്ട്. അത് പെറസ് അടക്കമുള്ള മാനേജ്മെൻറ്റ് സൈഡിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ട് മിഡ്ഫീൽഡിൽ കൂടുതൽ ക്രിയേറ്റിവിറ്റി കൊണ്ടുവന്നില്ല? എന്തുകൊണ്ട് നല്ല വിങ് ബാക്സിനെ കൊണ്ടുവന്നില്ല? ഇതൊക്കെ ചോദ്യമല്ലേ. ഇതൊക്കെ വലിയ വലിയ ചോദ്യങ്ങളാണ്. അപ്പോൾ അതൊന്നും മാനേജ്മെൻറ്റ് അവിടെ കൊടുത്തിട്ടില്ല. പിന്നെ ഈ മാനേജ്മെൻറ്റിന് വേണ്ട എന്താണ്? ഒരു യെസ് മാൻ, അല്ലെങ്കിൽ അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരാൾ വേണം. അപ്പം അവിടെ ഒച്ചയും പാടൊന്നും ഉണ്ടാക്കാതെ മിണ്ടാതെ കാർലോ നിൽക്കുന്നതുകൊണ്ട് മാനേജ്മെൻറ്റ് കാർലോനെ ബാക്ക് ചെയ്യും. മനസ്സിലായോ? അതാണ് സംഭവം. അപ്പം ആഴ്സണലെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്രേറ്റ് മാച്ച്, ഗ്രേറ്റ് റിസൾട്ട്, അവർ തകർത്താടിയൊരു മാച്ച്. എല്ലാ പ്ലെയേഴ്സും അടിപൊളി പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. പക്ഷേ റയലിനെ സംബന്ധിച്ചിടത്തോളം മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മാച്ച്. അവരെ സംബന്ധിച്ചിടത്തോളം സെക്കൻഡ് ലെഗിൽ ഒരു കംബാക്ക് വേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഡിഫിക്കൽട്ടാണ്. ഈ ഒരു ഡിഫൻസിനെതിരെ സ്കോർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ടാണ്. പക്ഷേ ഫുട്ബോളാണ്, റയൽ മാഡ്രിഡ് ആണ്, UCL ആണ്, ബെർണാബു ആണ്, എന്ത് അത്ഭുതം നടക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് കാര്യങ്ങൾ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.